എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പഴന്തിർ പൂവിൽ സച്ചിയുടെയും രേവതിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും നമ്മുടെ രവീന്ദ്രൻ ഒരു ജോലിക്ക് പോകാൻ തയ്യാറാവുന്നുണ്ട്. അത് നമ്മുടെ ഒരു സ്കൂളിലെ ഒരു ഡ്രൈവറുടെ വേക്കൻസിയിലാണ്. ആ സമയത്ത് രവീന്ദ്രൻ ആ ജോലിക്ക് പോകാൻ വളരെയധികം ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം വീട്ടിലിരുന്ന് ഭയങ്കരമായിട്ട് മുഷിച്ചിലുണ്ട്. അതുമാത്രമല്ല, റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ പൈസ എല്ലാം ശ്രുതിക്ക് കൊടുത്തു. അതെല്ലാം കൈനഷ്ടം വിട്ടുപോയി. പിന്നെ അതിനുശേഷം പെൻഷൻ കിട്ടുന്ന പൈസയും വലിയ ആവശ്യങ്ങൾക്കൊന്നും അങ്ങോട്ട് തികയുന്നില്ല. പിന്നെ ഒരു എക്സ്ട്രാ ഇൻകം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജോലിക്കാൻ തയ്യാറാവുന്നുണ്ട്. ആ കാര്യം വീട്ടിൽ അവതരിപ്പിക്കുമ്പോൾ ശ്രുതിയും ഛത്രമതിയും ഒരു അനുകൂല തീരുമാനമാണ് പറയുന്നതെങ്കിലും സച്ചിയും രേവതിയും ശക്തമായി അതിനെ എതിർക്കുകയാണ്. അതിനുശേഷം അവർ കാണാതെ രാവിലെ ജോലിക്ക് പോകാനായിട്ട് രവീന്ദ്രൻ തയ്യാറാവുന്നുണ്ട്. ആ സമയത്ത് സച്ചിയും രേവതിയും പറയും, അച്ഛൻ എന്തായാലും ഞങ്ങളെ കാണാതെ ഒളിച്ചു പോകാനല്ലേ തീരുമാനിച്ചതെന്ന് ചോദിക്കും. അതെന്താ അങ്ങനെ? എന്തായാലും അച്ഛൻ കഷ്ടപ്പെട്ട് ജോലിക്കാൻ ശ്രമിക്കേണ്ട, അച്ഛൻ ആ ജോലി കിട്ടത്തില്ലെന്ന് പറയും. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞ്? ആ ജോലിക്ക് ഇപ്പം അച്ഛൻ്റെ ആവശ്യമില്ലെന്ന് ഇപ്പം മാനേജർ വിളിച്ച് പറഞ്ഞതേ ഉള്ളെന്ന് പറയും. നീ എന്തൊക്കെയാണ് സച്ചി പറയുന്നത്? അച്ഛാ, ഞാൻ അശോകൻ അങ്കിളിനെ വിളിച്ചിരുന്നു. അശോകൻ അങ്കിളിനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ എന്തായാലും ഈ ജോലിക്ക് വരാൻ തയ്യാറാവത്തില്ലെന്ന്. നിങ്ങൾ എന്തായി കാണിച്ചത്? ഞാൻ ജോലിക്ക് പോകാമെന്ന് പറഞ്ഞില്ലേ? ഉടനെ ചന്ദ്രമതിയും പറയും, മഹാഭാവികളെ, അദ്ദേഹത്തിന് ഒരു ജോലി കിട്ടി, എന്തെങ്കിലും ഒരു വരുമാനം കിട്ടും, നിങ്ങളായിട്ട് ഇല്ലാതാക്കി എന്തിനാണെന്നൊക്കെ ചോദിച്ചാൽ അവരോട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് സച്ചി പറയും, അച്ഛൻ പോകുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ അച്ഛന് പകരം ഞാൻ പോവാമെന്ന് പറയും. നീ പോവാൻ അപ്പം നിനക്ക് ടാക്സി ഓടണ്ടേന്ന് ചോദിക്കും. അത് രാവിലെയും വൈകിട്ടും മാത്രം സ്കൂൾ ട്രിപ്പ് അല്ലേ ഉള്ളൂ, ബാക്കി സമയം അത്രയും എനിക്ക് വണ്ടി ഓടാമല്ലോ. അപ്പം ബാലേന്ദ്രൻ പറയും, അതാണോ നിൻ്റെ തീരുമാനം? അതുകൊണ്ട് ഞാൻ പോവാം, അച്ഛൻ തൽക്കാലം പോകണ്ട, അച്ഛൻ ഈ സമയത്ത് റെസ്റ്റ് എടുത്താൽ മതിയെന്ന് പറയും. അങ്ങനെ സ്കൂളിലെ വണ്ടി ഓടാനായിട്ട് സച്ചിയാണ് പോകുന്നത്. ആ സമയത്ത് നമ്മുടെ ആദി പഠിക്കുന്നത് ആ സ്കൂളിലാണ്, ശ്രുതിയുടെ മകൻ. അങ്ങനെ ആദിക്ക് രാവിലെ പോകാനുള്ള ഫുഡൊക്കെ റെഡിയാക്കി വിമലാമ്മ എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതിയാണ് മോനെ സ്കൂളിലോട്ട് കൊണ്ടുവിടുന്നത്. സ്കൂളിൽ കൊണ്ടുവിടുന്ന സമയത്ത് അവിടെ പുതിയ സ്കൂളിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മോനെ ആരുമായിട്ടും കൂടുതൽ അടുപ്പമൊന്നും വേണ്ട, നീ ഒരു പുതിയ കുട്ടിയാണ്, നമുക്ക് സ്ഥലമൊന്നും വലിയ പരിചയമൊന്നുമില്ല, എല്ലായിടത്തും ഒന്ന് പരിചയത്തിന് ശേഷം അമ്മ മോനെ എല്ലായിടത്തും കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം സച്ചി അങ്ങോട്ട് വരുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, ഞാനിവിടെ ഇന്നോട്ട് ഡ്രൈവറായിട്ടൊരു വേക്കൻസിയുടെ കാര്യം പറഞ്ഞിരുന്നു, അങ്ങനെ വരാൻ പറഞ്ഞെന്ന് പറയും. അങ്ങനെ സച്ചിയെ കാണുന്ന മാനേജർ ചോദിക്കും, അശോകൻ വിളിച്ച് പറഞ്ഞിരുന്നു പറയും, നിങ്ങളുടെ അച്ഛനല്ലേ വരാമെന്ന് പറഞ്ഞ്. അതെ, അച്ഛന് നല്ല സുഖമില്ലാത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ വരാൻ തീരുമാനിച്ചത്. അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ശമ്പളവും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓഫീസിൽ പറയുമെന്ന് പറയും. നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പിന്നെ ഒരേ ഒരു നിർബന്ധം, വണ്ടി ഓടിക്കുന്ന ആൾ മദ്യപിക്കാനും പുകവലിക്കാനൊന്നും പാടില്ല, വളരെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം. കുട്ടികളെ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറക്കുമ്പോഴും കയറ്റുമ്പോഴും നല്ല കെയറിങ് വേണം. തീരെ ചെറിയ കുട്ടികളാണ്, അവർക്കൊരു അപകടം ഉണ്ടാവരുത്. അക്കാര്യത്തിൽ സ്കൂളിൽ നിന്ന് കർശനമായ നടപടി ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല സാർ, ഞാൻ വർഷങ്ങളായിട്ട് ഡ്രൈവിംഗ് ഫീൽഡിൽ ജോലിയുള്ള ആളാണ്, എനിക്കൊരു അബദ്ധം പറ്റത്തില്ല, ഞാൻ വളരെ ശ്രദ്ധിച്ച് തന്നെ വണ്ടി ഓടിക്കാം. കുഞ്ഞുങ്ങളുടെ കാര്യം ആയതുകൊണ്ടാണ് നമ്മൾ അത്രയും എടുത്ത് പറയുന്നതെന്ന് പറയും. നല്ല എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറെ വേണമെന്ന് ഞാൻ അശോകനോട് പറഞ്ഞത് അതുകൊണ്ടാണെന്ന് പറയും. അങ്ങനെ അതെല്ലാം ഏറ്റ് ജോലിക്ക് ഇന്നോട്ട് കയറുന്നുണ്ടോ എന്ന് ചോദിക്കും. ശരി, ഇന്നോട്ട് തന്നെ ജോയിൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് സച്ചി അവിടെ നിൽക്കുമ്പോഴാണ് ശ്രുതിയും നമ്മുടെ ആദികുട്ടനും കൂടി സ്കൂളിന് മുമ്പിൽ വന്ന് ഇറങ്ങുന്നത്. ആ സമയത്ത് സച്ചിയെ കാണുന്നുണ്ട്. സച്ചിയെ കാണുന്നത് ആദ്യം പറയും, അമ്മേ ഇതേ സച്ചിയങ്കൾ എന്ന് പറയും. ഉടനെ ശ്രുതി അങ്ങ് പേടിക്കുകയാണ്. കാരണം ആദിയെ ആ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ സച്ചി അവിടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്ത് എന്തായാലും ആദിയെ കാണും. ആദിയുടെ കാര്യം അന്വേഷിക്കാനും സ്കൂളിൽ കൊണ്ടുവിടാനും എന്നുള്ള രീതിയിൽ ശ്രുതി വരുമ്പോൾ ശ്രുതിയെ കണ്ടുപിടിക്കും. അങ്ങനെ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ശ്രുതിയാണ് ആദിയുടെ അമ്മയെന്നുള്ള കാര്യം അറിയും. പിന്നെ ഒരു 2 സെക്കൻഡ് വിവാഹമാണ് ശ്രുതി പറഞ്ഞെന്നുള്ള കാര്യം എല്ലാ കള്ളത്തരവും, ഒരു വിവാഹിതയാണെന്നും ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്നുള്ള കാര്യവും കൂടി മറച്ചു വെച്ചാണ് വിവാഹം കഴിച്ചെന്നുള്ള കാര്യം കൂടി അറിഞ്ഞാൽ പിന്നെ ഒരിക്കലും ചന്ദ്രോദയത്തിലൂടെ തിരിച്ച് കയറാമെന്നുള്ള ശ്രുതിയുടെ ആഗ്രഹം നടക്കത്തേയില്ല. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ ശ്രുതി വന്ന ഓട്ടോയ്ക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ആദ്യം ചോദിക്കും, എന്താ അമ്മ, എന്താ കാര്യമെന്ന് ചോദിക്കും. ഇപ്പോൾ ക്ലാസ് തുടങ്ങും, നീ ഒന്നും മിണ്ടാതിരിക്കുക ആദ്യം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പേടിച്ച് വീട്ടിൽ വരികയാണ്. ഈ സമയത്ത് നമ്മുടെ വിമലാമ്മ ചോദിക്കും, എന്തു പറ്റി, എന്താ മോളെ, നീ എന്താ ആദ്യമായിട്ട് ഇങ്ങനെ വന്നത്, ഇന്ന് അവന് ക്ലാസ്സില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേക്ക് നീ ബാഗെല്ലാം കൊണ്ടുപോയി ആദ്യം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം എടുത്ത് പറയുന്നുണ്ട്. ആ സമയം നീ കാര്യം പറ മോളെ, അത് സച്ചി അവിടെ ഉണ്ടെന്ന് പറയും. സച്ചിയോ, അവനെന്താ സ്കൂളിൽ, അത് അവനാണ് സ്കൂളിലെ ബസ് ഡ്രൈവറായിട്ട് ഇന്ന് തൊട്ട് ജോലിക്ക് കയറിയതാണെന്ന് പറയും. അപ്പോഴത്തേക്ക് പറയും, ഈശ്വര, അവനിപ്പോൾ ടാക്സി ഓടുന്നില്ലേ, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ചെന്ന സമയത്ത് അവൻ അവിടെ നിൽപ്പുണ്ട്, ഞാൻ ഒരാളടുത്ത് ചോദിച്ചു, അവിടെ നിന്ന് സെക്യൂരിറ്റി അടുത്ത് ചോദിച്ചായിരുന്നു അവൻ എന്താ അവിടെ നിൽക്കുന്നതെന്ന്. അപ്പോഴാണ് പറഞ്ഞു, ഇന്ന് തൊട്ട് അവൻ ടെമ്പററി ആയിട്ട് ജോലിക്ക് കയറാനായിട്ട് വന്നതാണ് സ്കൂൾ ഡ്രൈവറിൻ്റെ എന്ന് പറയും.
അപ്പോഴത്തേക്ക് പറയും എത്രയും പെട്ടെന്ന് തന്നെ ആദ്യം സ്കൂളിൽ നിന്ന് മാറ്റണം, ഏറ്റവും നല്ല സ്കൂൾ നോക്കി കണ്ടുപിടിച്ചത്, ഇനിയിപ്പോൾ എന്തോ ചെയ്യുമെന്നൊക്കെ പറയും. ഉടനെ വിമലാമ്മ പറയും നീ എന്തൊക്കെയാണ് മോളെ പറയുന്നത്, പെട്ടെന്നൊരു സ്കൂൾ മാറ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. പുതിയ സ്കൂളിൽ ചേർന്നതിന് തന്നെ ഇനി പൈസ അടയ്ക്കണം, ഇനിയും കാലതാമസം എടുക്കും. ഇതാണ് നമുക്ക് കഴിക്കണമെങ്കിൽ ഒരു സ്കൂളായിരുന്നു, കൊണ്ടുവിടാനും തിരിച്ചു വരാനും ഒക്കെ ആദ്യം എളുപ്പമുണ്ടായിരുന്നു, എല്ലാം ശരിയാക്കി വെച്ചു. ഇനിയൊരു പുതിയ സ്കൂളെന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാവത്തില്ല ശ്രുതി എന്ന് പറയും. പിന്നെ അമ്മ എന്തായി പറയുന്നത്, ആ സ്കൂളിൽ ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ സച്ചിയുടെ സ്വഭാവം അറിയാമല്ലോ, അവന് ചെറിയൊരു സംശയം തോന്നിയാൽ മതി, അവനൊരുത്തം കാരണം എൻ്റെ ജീവിതം ഇപ്പം ഇങ്ങനെ ആയത്, ഇനിയും ഞാൻ പിന്നെയും അവൻ്റെ മുമ്പിൽ ചെന്ന് ചാടി എന്നെ അങ്ങോട്ട് എനിക്ക് തിരിച്ചാൽ വീട്ടിലോട്ട് കയറാമെന്നുള്ള പ്രതീക്ഷ അവൻ ഇല്ലാതാക്കുമെന്ന് പറയും. മോളെ ഞാൻ അതല്ല പറഞ്ഞത്, നീ ഒരു പുതിയ സ്കൂളിൽ അവനെ ചേർക്കാൻ ശ്രമിച്ചു കഴിയുമ്പോൾ ഇപ്പം നമ്മൾ സ്കൂളിൽ ചേർക്കാനായിട്ട് കൊടുത്ത പൈസ തിരിച്ച് കിട്ടത്തില്ല, പുതിയ സ്കൂളിൽ ചേർക്കുന്നതിന് പൈസ ആവശ്യമുണ്ട്, പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളൊന്നും ശരിയാവത്തില്ല, അവന് എന്തായാലും പഠിക്കാൻ പറ്റത്തില്ല, അതെന്തിനാ വെറുതെ നമ്മളായിട്ടില്ലാതെ കളയുന്നത്. തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഒരു കാര്യം പറയാം, നീ അതുപോലെ അനുസരിച്ചിട്ട് തൽക്കാലം നമുക്ക് ഈ സ്കൂളിൽ തന്നെ അവനെ ചേർക്കാം. അമ്മ അത് സച്ചി, ഞാൻ പറയുന്ന മുഴുവൻ കേക്ക് ശ്രുതി, ഞാൻ അവനെ വിടുകയും തിരിച്ച് വിളിച്ചുകൊണ്ട് വരികയും ചെയ്യാം. നീ ഒരു കാരണവശാലും സ്കൂളിലോട്ട് വരണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ ഞാൻ നിന്നെ വിളിച്ചറിയിപ്പിക്കാമെന്ന് പറയും. നീ ഫോണിൽ കൂടി സംസാരിച്ചാൽ മതി. അമ്മയെ നിങ്ങൾ കൊണ്ടു ചെന്നാലും അവൻ എന്തായാലും നിങ്ങളെ കണ്ടുപിടിക്കുമെന്ന് പറയും. അത് അവൻ്റെ മുമ്പിൽ എപ്പോഴെങ്കിലും ഞാൻ ചെന്നുപെടാനിടയായ ഞാൻ നിനക്ക് പരുക്ക് പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും സംസാരിച്ച് ഞാൻ അവിടുന്ന് രക്ഷപ്പെടാം. ഞാൻ ആദ്യം എടുത്തും കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയും. അത് മതി മോളെ, പെട്ടെന്ന് പുതിയ സ്കൂളിൽ ചേർക്കാമെന്ന് പറഞ്ഞാൽ അത്ര പ്രായോഗികമായി നടക്കുന്ന കാര്യമല്ല. അമ്മ പറഞ്ഞത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നീ ആദ്യത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക, നമുക്ക് തൽക്കാലം ആ സ്കൂളിൽ തന്നെ അവനെ ചേർക്കാം. പിന്നൊരു കാര്യം, എനിക്ക് എപ്പോഴും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, അമ്മയെ കാര്യമൊക്കെ ആദ്യമായിട്ടൊന്ന് പറഞ്ഞേക്കണം. അതൊക്കെ ഞാൻ പറഞ്ഞേക്കാം, നീ അവനെ എല്ലാ ദിവസവും ഫോണിൽ വിളിച്ചാൽ മതി, അത് തന്നെ അവനൊരു സന്തോഷമാണെന്ന് പറയും. ഇന്ന് ഇത്രയും നേരം നീ ഇവിടെ ഉണ്ടായതിൻ്റെ സന്തോഷം കണ്ടില്ലായോ, അവൻ എന്ത് മിടുക്കനായിട്ടാണ് സ്കൂളിൽ പോകാനൊക്കെ റെഡിയായിരുന്നത്, ഞാൻ നിൽക്കുന്നതുകൊണ്ടേക്ക് അവന് ഭയങ്കര മടിയാണ് എന്നൊക്കെ പറയും. എനിക്കറിയാം അമ്മേ, സാഹചര്യങ്ങളൊക്കെ അറിഞ്ഞ് എല്ലാവരും പെരുമാറണമെന്നൊക്കെ ശ്രുതി എല്ലാവരോടും പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അതെല്ലാം കഴിയുകയാണ്. അതിനുശേഷം നമ്മുടെ ദേവു ഒരു അബദ്ധം കാണിക്കുന്നുണ്ട്. ലക്ഷ്മി അമ്മയും ശരത്തും വീട്ടിലില്ലാത്ത സമയം നോക്കി ദേവു ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് വീട്ടിൽ തിരിച്ചു വരുന്ന ശരത്ത് കാണുന്നത് ബോധരഹിതയായി ദേവു കിടക്കുന്നതാണ്. ആ സമയത്ത് ലക്ഷ്മി അമ്മയും കൂടി വിളിച്ചുകൊണ്ട് വരുമ്പോൾ കിടന്ന് നിലവിളിക്കുന്നുണ്ട് എല്ലാവരും. അങ്ങനെ ദേവുവിനെ പെട്ടെന്ന് തന്നെ അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് പട്രോളിങ്ങിനായിട്ട് പോലീസ് നിൽക്കുകയാണ്. ആ സമയത്ത് ദേവുവിനെയും കൊണ്ട് ശരത്തും അമ്മയും ഹോസ്പിറ്റലിൽ പോകുന്നത് ഓട്ടോയിൽ കൊണ്ടുവന്ന കാര്യം നമ്മുടെ അരുൺ കാണുകയാണ്. പെട്ടെന്ന് അരുണ് ബൈക്ക് എടുത്തുകൊണ്ട് ആ വണ്ടിയെ ഫോളോ ചെയ്ത് അങ്ങ് പോകുന്നുണ്ട്. ആ സമയത്ത് അതൊരു ഹോസ്പിറ്റലിലോട്ട് ദേവുവിനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവിടുന്ന് മനസ്സിലാവുന്നുണ്ട് ദേവു ആത്മഹത്യക്ക് ശ്രമിച്ച കാര്യം. അങ്ങനെ അരുൺ ഓടി വന്നിട്ട് വേണ്ട മെഡിസിനും മറ്റു കാര്യങ്ങളും എല്ലാം മേടിച്ച് കൊടുത്ത് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ആ സമയത്ത് സച്ചിയും രേവതിയും വിവരം അറിയിക്കുന്നുണ്ട്. വിവരം കേൾക്കുന്ന സച്ചിയും രേവതിയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് അരുണും അവിടെ നിൽക്കുന്നത്. അരുണിനെ കാണുമ്പോൾ സച്ചിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റത്തില്ല. സച്ചി പറയുന്നുണ്ട്, നീ ഒരുത്തൻ കാരണമാണ് ദേവു ഈ അവസ്ഥ വന്നതെന്ന് പറയും. ഞാനോ, നീ ഈ അവസ്ഥയ്ക്ക് കാരണം, നീയാണ് അവളുടെ മനസ്സ് വേദനിപ്പിച്ച് അവൾക്ക് വേറെ വിവാഹം ആലോചിച്ചു, നീ കാരണമാണ് ഇവളീ അവസ്ഥ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ദേവുവിൻ്റെ പേര് പറഞ്ഞ് അവർ തമ്മിൽ സംസാരിക്കുകയാണ്. സച്ചിയെ രേവതിയും അരുണിനെ ശരത്തും പിടിച്ച് മാറ്റുകയാണ്. അതിനുശേഷം പറയുന്നുണ്ട്, ഒരു കാരണവശാലും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ വിവാഹം നടക്കത്തില്ല, ഇപ്പം തന്നെ കണ്ടില്ലേ ഇവനെ സ്നേഹിച്ച കുറ്റത്തിന് ഇപ്പോൾ ദേവ് ഹോസ്പിറ്റലിലായത്, ഇനി ഇവൻ്റെ കൂടെ കല്യാണം കഴിപ്പിച്ച് വിട്ട് അവളുടെ ജീവിതം എന്തോ ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അരുണിനെ കുറ്റപ്പെടുത്താൻ സംസാരിക്കുകയാണ്. ആ സമയത്ത് അരുണും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. അരുണും അതുപോലെ തന്നെ, നീ ഒരുത്തൻ കാരണമാണ് ഈ ദേവുവിൻ്റെ ജീവിതം ഇങ്ങനെ ആവാൻ കാരണം, അല്ലെങ്കിൽ അവൾക്കൊരു കുഴപ്പമില്ലായിരുന്നു, അവൾ എൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിച്ചേനെ എന്നൊക്കെ പറഞ്ഞിട്ട് അരുണിൻ്റെ ഭാഗം ന്യായീകരിക്കുകയാണ്. അതിനുശേഷം ദേഷ്യപ്പെട്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്ന ദിവസം കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.